എന്നാൽ ഞാനിന്ന് ഈ വയലറ്റ് നിറമുള്ള ഞാവൽപ്പഴം പറിക്കാൻ പോവുകയല്ല, വെള്ള നിറമുള്ള ഞാവൽപ്പഴം നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോവാണ്. ഇതാണ് ഞാൻ പറിച്ച ഞാവൽപ്പഴം. അപ്പോൾ ഇത് ഉണ്ടായി കിടക്കുന്ന കണ്ടപ്പോൾ തന്നെ എന്നാ ഒരു സന്തോഷമാണല്ലേ. നമ്മൾ സാധാരണ റംബൂട്ടാൻ പറിക്കാനാണ് വരാറുള്ളത്. റംബൂട്ടാനും അതുപോലെ മാങ്ങയും ചക്കയും ഒക്കെ നിറഞ്ഞൊരു പറമ്പാണ് നമ്മളുടേത്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ സാധനം കാണിക്കാൻ പോവാണ്, അതായത് ഞാവൽപ്പഴം. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഞാവൽപ്പഴം നല്ല വയലറ്റ് നിറമുള്ള, നാക്കൊക്കെ ഇങ്ങനെ ചുവന്നു വരുന്ന അല്ലെങ്കിൽ വയലറ്റ് നിറമാകുന്ന ആ മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. എന്നാൽ ഞാനിന്ന് ഈ വയലറ്റ് നിറമുള്ള ഞാവൽപ്പഴം പറിക്കാൻ പോവുകയല്ല, വെള്ള നിറമുള്ള ഞാവൽപ്പഴം നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാൻ പോവാണ്. ആദ്യമായിട്ട് ഉണ്ടായതാണ്. കഴിഞ്ഞ വർഷം ഒരെണ്ണം ഉണ്ടായിട്ട്, ആദ്യമായി എന്ന് പറയാൻ പറ്റില്ല, ഒരെണ്ണം കഴിഞ്ഞ വർഷം ഉണ്ടായി. അത് കഴിഞ്ഞ് ഇത് ഇഷ്ടം പോലെ കായ്കളുമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച എത്ര മനോഹരമാണല്ലേ. അപ്പം ഇതിൻ്റെ ചുവട്ടിലിട്ടിരിക്കുന്ന വളങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ഈ ഞാവൽപ്പഴത്തിൻ്റെ മനോഹാരിതയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ഈ നിൽക്കുന്ന റംബുട്ടാനുണ്ട്, ഇത് പാഷൻ ഫ്രൂട്ടാണ്. പാഷൻ ഫ്രൂട്ട് തന്നെ 3 കളറാണ് കേട്ടോ നമ്മൾ നട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ പറമ്പിൽ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ തന്നെ എന്തൊരു സുന്ദരമാണ്. പച്ചയും പഴുത്തതുമായിട്ട് ഒരുപാട് കായ്കൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം പച്ച നിറത്തിലുള്ള കായ്കളാണ് വരുന്നത്. സാധാരണ ഞാവൽ പോലെ തന്നെ ഒത്തിരി വലുതാവുകയില്ല. നമ്മുടെ കറുത്ത ഞാവൽ നല്ലവണ്ണം വലുതാവുമല്ലോ, ഇത് അധികം വലുതാവില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വലുതായി, അതായത് പെട്ടെന്ന് തന്നെ ഇത് പഴുക്കാനായിട്ട് തുടങ്ങി. അതുപോലെ തന്നെ അധികം ഹൈറ്റ് വെക്കില്ല. ഈ ഹൈബ്രിഡിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കാവുന്ന ഒരു തരം ഈ സാധനങ്ങളാണ് ഇപ്പോഴുള്ളത്. ഞാവലാണെങ്കിലും അതുപോലെ തന്നെ റംബുട്ടാനാണെങ്കിലും പേരയാണെങ്കിലും എല്ലാം തന്നെ ഹൈബ്രിഡാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിലിട്ടിരിക്കുന്ന വളം എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും ഒക്കെയാണ്. അപ്പോൾ അതുപോലെ പച്ചില വളമുണ്ട്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഞാവൽപ്പഴം എല്ലാവരെയും കാണിച്ചില്ലെങ്കിലും പിന്നെ എന്താണൊരു സന്തോഷം.